നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് രാമേട്ടനോട് ബാലൻ പറഞ്ഞു, രാമേട്ട, ആ ഉദയഭാനു ഉണ്ടായിരുന്നല്ലോ, അയാൾ വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചെന്ന് എന്തിന്? ഞാൻ കോൾ എടുത്തില്ല എന്ന് പറഞ്ഞു. കോൾ എടുക്കാൻ മേലായിരുന്ന ബാല. ഇനിയിപ്പോ പൈസയുടെ കാര്യം വല്ലതും പറയാനാണെങ്കിലോ, പൈസ ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിലോ ബെസ്റ്റ്. അയാളുടെ ഇല്ല എവിടുന്ന രാമേട്ട പൈസ? പൈസ ഇല്ലെന്ന് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ചായ കുടിച്ചിട്ട് ചായക്കടക്കാരന് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല, അതുവരെ പറ്റു പറഞ്ഞിട്ട് പോകുന്നവനാണ് 10 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് പോകുന്നേ. അല്ല, എവിടുന്നേലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ? അയാൾ ഒരിക്കലും ഉണ്ടാക്കാൻ പോകുന്നില്ല. അയാൾ പറഞ്ഞ് വിളിച്ചിട്ട് എക്സ്ക്യൂസ് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, ഓ ചിലപ്പോ അങ്ങനെ ആയിരിക്കും, മിക്കവാറും കണ്ടോ അയാൾ ഇനിയും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വീണ്ടും ഉദയഭാനു വിളിക്കുകയാണ്. ആ സമയം ബാലൻ പറഞ്ഞു, ദേ ഉദയഭാനു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബാല നീ കോൾ എടുക്കാൻ രാമേട്ടൻ പറഞ്ഞു. ഓടി ബാലൻ കോൾ എടുത്തു. ആ ഉദയഭാനു സാറേ, എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങളെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ബാലിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമല്ലോ. കാണാനോ? എന്തിനാ സാറേ? അതൊക്കെയുണ്ട്, അത് നേരിട്ട് കാണുമ്പോൾ പറയാന്ന് പറഞ്ഞു. അന്ന് സാറ് കാര്യം ചെയ്യാം, ദേവമംഗലത്തേക്ക് പോരാൻ പറഞ്ഞു. അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ? അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോരെ, ഇപ്പൊ ഞാൻ ഗോമതി സ്റ്റോഴ്സിലുണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല, ഞാനേ ഇപ്പൊ ആണെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ, അപ്പൊ അത്രയ്ക്ക് സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് സാറേ, എയർപോർട്ടിന്റെ അടുത്തായിട്ടല്ലേ ഈ ഗോമതി സ്റ്റോഴ്സ്, അതുകൊണ്ട് ബാല ഒരു കാര്യം ചെയ്യാം, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. ബാല ഞാൻ പറയുന്നിടത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി ശരി, ഉദയഭാനു സാറിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രാമേട്ടനോട് പറഞ്ഞു, രാമേട്ട, അയാളിന്റെ കാല കയ്യെ വീഴാനാന്ന് തോന്നേ. അയാൾ ചെയ്ത ചതിയൊക്കെ തുറന്നു പറഞ്ഞിട്ട് എന്നോട് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിലേക്കും ചെല്ലണ്ട, ഇങ്ങോട്ടേക്കും വരുന്നില്ല എന്ന് പറഞ്ഞ് മിക്കവാറും വഴി വെച്ച് കണ്ട് കായ വീഴാനാ. അയാൾ വരട്ടെ, ആളിക്കട്ടി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബാലൻ രാമേട്ടനോട് പറയണം. അതിനുശേഷം ബാലൻ ഉദയഭാനുവിനെ കാണാനായിട്ട് ഇറങ്ങി. ഈ സമയത്ത് കോമതി അടുക്കള തിരക്കിട്ട് പണിയിലായിരുന്നു. അപ്പോഴേക്കാണ് ശ്രീദേവി ഇങ്ങോട്ട് വരുന്നത്. ശ്രീദേവി എന്നിട്ട് പറഞ്ഞു, നല്ല സ്മെല്ല് വരുന്നുണ്ട്. രസത്തിന്റെ സ്മെല്ലാണോ? അത് കേട്ടപ്പോ ഗോമതി ഈ സമയത്ത് കായത്തിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. അമ്മേ, എനിക്കും ഇഷ്ടപ്പെട്ടു. ആഹാ, നല്ല സ്മെല്ലുണ്ട്, എനിക്ക് ഇത്തിരി വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, അല്ല നീ എന്തിനാ മോളെ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്നോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? എൻ്റെ അമ്മ, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചു. മോളെ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 3 മാസം വരെ ഇങ്ങനെയൊന്നും അധികം എഴുന്നേറ്റ് നടക്കാനൊന്നും പാടില്ല. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെ? ഇരിക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല, എപ്പോഴും ഓരോരോ നിർദ്ദേശങ്ങളാണല്ലോ മോളെ. കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഒന്ന് ഉറയ്ക്കുന്നോടം വരെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, എന്നാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവിക്കാണെങ്കിൽ ആ സ്മെല്ലടിച്ചും ഭയങ്കര കൊതിയായി രസത്തിന്റെ. ഗോമതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ ശ്രീദേവി ഇച്ചിരി സ്പൂണിനകത്തെടുത്ത് കുടിക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും ഗോമതി ഒരു കസാരയൊക്കെ എടുത്തോണ്ട് അടുക്കള ഇട്ടിട്ട് പറഞ്ഞു, മോളെ നീ ഇത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അമ്മ എനിക്ക് ഇച്ചിരി രസം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരാവോ? അതിനെന്താ, ഗ്ലാസ്സിനകത്ത് തരാന്ന് പറഞ്ഞു. ഗ്ലാസ്സിനകത്ത് വേണ്ടമ്മേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടാ, അപ്പൊ അതൊക്കെ ഊതി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നാക്കൊക്കെ പൊള്ളുന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതി കുറച്ച് രസം കൊടുത്തു ഒരു ഗ്ലാസ്സിനകത്ത്. അങ്ങനെ അത് ശ്രീദേവി കുടിക്കുന്ന സമയത്ത് പറഞ്ഞു, ഓ ഇത്രയ്ക്ക് രുചി ഉണ്ടായിരുന്നു ഈ രസത്തിനൊക്കെ. അമ്മയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞ അപാരം തന്നെയാ. അത് കേട്ടപ്പോ ഗോമതി, ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്കും ഈ രസമൊക്കെ കുടിക്കാൻ ഭയങ്കര കൊതിയുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും വെച്ചുണ്ടാക്കി തരാനായിട്ട് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്കും ഭയങ്കര സങ്കടമായി. കുറച്ച് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞ സ്ഥലത്തൊന്നും ബാലൻ കാത്തിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ഉദയഭാനു എത്തിയിട്ടില്ല. അങ്ങനെ ഇത്തിരി സമയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് ഉദയഭാനു അങ്ങോട്ട് വരുവാണ്. മുന്തിയനൊരു കാറിലൊക്കെയാണ് വരുന്നത്. കൊള്ളാലോ, അയാള് വലിയ കാറിലൊക്കെ വരുന്നു പൊങ്ങച്ചം കാണിക്കാനായിട്ട് എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. അങ്ങനെ ഉദയഭാനു അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ബാലനോട് ചോദിച്ചു, ബാലൻ കുറച്ച് സമയമായി വന്നിട്ട്. ഇത്തിരി സമയം, സോറി കേട്ടോ ബാല, എന്ത് ചെയ്യാനാ, ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടെ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അത് സാരമില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. ബാലന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സമയത്തിന്റെ വിലയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളാണെങ്കിൽ 5 മിനിറ്റ് പോലും ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല എന്ന് പറഞ്ഞു. ശരി, അല്ല ഉദയഭാനു സാർ വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല, അതൊക്കെ പറയാൻ ബാല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ബാലൻ ഇത്ര സമയം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിച്ചു. പിന്നെ ആയില്ലേ എന്നോ? അതെ, അതൊന്നും സാരല്ല ഉദയഭാനു സാറേ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ കുറെ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ കണ്ണിൽ ചില കരടൊക്കെ വന്ന് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കളയണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് കേട്ടപ്പോൾ ഉദയഭാനു ചോദിച്ചു, എന്താ ബാലൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ എന്ത് ചെയ്തു, മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി കൈയുടെ ഷർട്ടിന്റെ ആ അറ്റൊക്കെ ഇങ്ങനെ തെറുത്ത് കയറ്റി ഇങ്ങനെ വെച്ചു.
പിന്നീട് ഇങ്ങനെ ഉദയഭാനുവിനെ ഒന്ന് നോക്കുവാണ്. അപ്പോഴേക്കും ഉദയഭാനു ഞെട്ടിപ്പോയി. ദൈവമേ, ബാലൻ തന്നെ അടിക്കാനുള്ള പുറപ്പാടാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് ഉദയഭാനു പേടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ബാല, ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തെ. ആ കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഓടി കാറിനടുത്തേക്ക് എന്നിട്ടൊരു കവറിങ് എടുത്തോണ്ട് വന്നു. ബാല, ഇത് നിങ്ങൾ പിടിക്കാൻ പറഞ്ഞു. ഇതെന്താ ഉദയഭാൻ സാറേ? ഓ, ബാലിന് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ബാലിനല്ലേ പറഞ്ഞ് 10 ലക്ഷം രൂപ വേണമെന്ന്. ഇന്ന് 10 ലക്ഷം രൂപ എഞ്ചിനീയർക്ക് കൊടുക്കേണ്ട ദിവസമല്ലേ? ഇതാ പിടിച്ചോളാൻ പറഞ്ഞു. ബാലിനൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. എന്താ ബാല ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. പിന്നീട് ബാലിന്റെ കയ്യിലേക്ക് പൈസ കൊടുത്തിട്ട് ഉദയഭാനു പറഞ്ഞു, ബാല, കണ്ണിൽ എന്തെങ്കിലും കരട് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം കേട്ടോ എന്നും കൂടെ പറയാണ്. ബാലനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ചായ കുടിക്കാൻ പോലും പൈസ കയ്യിലില്ലാത്ത ഇയാളങ്ങനെ 10 ലക്ഷം രൂപ ഉണ്ടാക്കും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. പിന്നീട് ഉദയഭാനു പറഞ്ഞു, ബാല, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കാൻ മറക്കരുത്, പൈസക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു പോയി കാറിലേക്ക് കയറി അങ്ങോട്ട് പോവാണ്. ഉടനെ ബാലന് കടയിലേക്ക് വന്നു. കടയിലേക്ക് വന്നിട്ട് 10 ലക്ഷം രൂപ എടുത്ത് വെച്ചു. ആ സമയം രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇതേ ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ലെന്ന് പറഞ്ഞു. എന്നാലും രാമേട്ട, എങ്ങനെയായിരിക്കും ഈ 10 ലക്ഷം രൂപ കിട്ടിയെന്ന്? അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, എടാ ബാല, അന്ന് നീ ആ ചായക്കടയിൽ വെച്ച് കണ്ട ഉദയഭാനു തന്നെയാണ്, നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാന്നാ പറഞ്ഞത്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. എടാ ബാല, നിനക്ക് ചിലപ്പോൾ തെറ്റിയതായിരിക്കും, അത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അതല്ലേ, ആ സാധാരണ മറ്റേ ഉദയഭാനു ആണെങ്കിൽ അയാളുടെ 10 ലക്ഷം രൂപ പോയിട്ട് 10 രൂപ എടുക്കാനില്ലെന്നല്ലേ പറഞ്ഞേ നീ, പിന്നെ എങ്ങനെ ഇത് സെറ്റ് ആവുമെന്ന് ചോദിച്ചു. അതെ, ചിലപ്പോൾ എനിക്ക് തെറ്റിയതായിരിക്കുമോ? ദൈവമേ, ഒരു കണക്കിന് ഞാൻ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറയായിരുന്നു നന്നായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമേട്ടൻ ചോദിച്ചു, അതെന്താ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയ രാമേട്ട, എങ്ങാനും ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങാനും വീട്ടിൽ പറഞ്ഞായിരുന്നെങ്കിൽ, പലപ്പോഴും ഞാൻ പറയാനായിട്ട് ഒരുങ്ങിയതാ, അപ്പോഴേക്കും ഓരോ മുടക്കങ്ങളും വന്നു. അത് നല്ല കാര്യമായിട്ടാ തോന്നുന്നേ. വീട്ടിൽ പറഞ്ഞായിരുന്നെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? ദേവിമോൾക്ക് സഹിക്കാൻ പറ്റുമോ? അവൾക്ക് വിഷമാവൂലേ? തന്റെ നിരപരാധിയായ അച്ഛനെ കുറിച്ച് ഇങ്ങനെ ബാലച്ചൻ പറഞ്ഞല്ലോ എന്നൊക്കെ ഓർക്കില്ലേ? പിന്നെ ആദ്യനാണെങ്കിൽ സഹിക്കാൻ ക്ഷമിക്കാനും പറ്റുന്ന കാര്യമാണോ? ഒരു കണക്കിന് നന്നായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, ബാല, നീ അത്ര പെട്ടെന്നൊന്നും അയാളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഉദയഭാനുവിനെ. അയാളെക്കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ബാലൻ പറഞ്ഞു, ഇന്ന് മുതൽ എൻ്റെ അന്വേഷണം അതായിരിക്കും. ശരിക്കും ആ ഉദയഭാനു തന്നെയാണോ ഈ ഉദയഭാനു താൻ കണ്ടതും ഇയാളും തമ്മിൽ ഒന്നാണോ എന്നൊക്കെയൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരിക്കും ഈ ബാലനെന്ന് രാമേട്ടനോട് ബാലൻ പറയാണ്. പിന്നീട് ഉദയഭാനു വീട്ടിൽ വന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ശ്രീകല അങ്ങോട്ട് വന്നു. ശ്രീകല വന്നിട്ട് പറഞ്ഞു, ആ 10 ലക്ഷം രൂപയും കൊണ്ട് തൊലച്ച് കളഞ്ഞല്ലോ മനുഷ്യ നിങ്ങൾ. നീ എന്താടി ശ്രീകലയെ പറയണമെന്ന് ചോദിച്ചു. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് ഇത്രയെങ്കിലും ബുദ്ധിയും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ പൈസ കൊണ്ട് ബാലിന് കൊണ്ട് കൊടുത്തിട്ട് വരുമോ? എടീ, അത് കൊടുക്കേണ്ട പൈസ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കൊടുക്കേണ്ട പൈസ എത്ര രൂപ കടം നമുക്കുണ്ടായിരുന്നു. ആ പലിശക്കാരൻ ചെല്ലയോട് ഇനി എന്തു പറയും? അയാൾ വന്ന് ഉറപ്പായിട്ട് നിങ്ങളെ തൂക്കിയെടുത്തോണ്ട് പോകും. അത് മാത്രം വാടക കൊടുത്തിട്ടില്ല. ഈ മാസം കൂടെ വാടക കൊടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന വീടിന്റെ ഓണർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വല്ലതും അറിയണോന്ന് ചോദിച്ചു. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും ശ്രീകലെന്ന് ഉദയഭാനു പറഞ്ഞു. എങ്ങനെ സമാധാനിക്കാനാ മനുഷ്യ? ആ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കടം വീട്ടിൽ സ്വസ്ഥമാകുമായിരുന്നു. എടീ, നിന്നെ എന്തറിഞ്ഞിട്ടാ പറയണേ? ഇതാ പറഞ്ഞ നീ മന്ദബുദ്ധിയാന്ന്. പൈസ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ പൈസ കൊടുത്തല്ലേ മതിയാവുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ആ ബാലിന്റെ മുന്നിൽ എനിക്കൊരു വിലയും നിലയൊക്കെ ഉണ്ടായില്ലേ? ആ പൈസ കൊടുത്തോണ്ട് ഞാൻ എന്റെ അഭിമാനം കാത്തു സംരക്ഷിച്ചില്ലേന്ന് ചോദിച്ചു. അഭിമാനം കാത്തു സംരക്ഷിച്ച് ഇവിടെ ഇരിക്കുള്ളൂ. ഒടുവിൽ കണ്ടു, ആ ചെല്ലയുടെ ആൾക്കാർ നിങ്ങളെ വന്ന് പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലടി. അതിന് ഇനി നിങ്ങൾ എവിടുന്ന് പൈസ ഉണ്ടായി കൊടുക്കാനാ? എടി, അതിനല്ലേ നമ്മുടെ ബാങ്കർ സുകന്യുള്ളേ. സുകന്യോ? എടി, 10 ലക്ഷം രൂപ അവളുടെ നിന്ന് മേടിച്ചു. ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ നിന്ന് പൈസ മേടിക്കും. ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അവൾക്ക് തരാതിരിക്കാൻ പറ്റില്ല. അവൾ തന്നോണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകല പറഞ്ഞു, എന്റെ മനുഷ്യ, അതിന് അവള് പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പൈസ തന്നില്ലെങ്കിലോ? എടി, അവള് തരോടി. അവൾക്ക് ബിസിനസ്സുകാരി ആവണല്ലോ, അവൾക്ക് തരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീകലയ്ക്ക്. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അതേ സമയത്ത് ബാലൻ മുറിയിൽ ആകെപ്പാടെ അക്ഷമനായിട്ട് ഇരിക്കുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഉദയഭാനു ശരിക്കും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയില്ല. 10 ലക്ഷം രൂപ കൊണ്ട് തരുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഗോമതി അങ്ങോട്ട് ഉറങ്ങാനായിട്ട് വന്നു. ആ സമയം ബാലിന് പെട്ടെന്ന് തന്നെ ഇത് ഇച്ചിരി വെള്ളം കുടിക്കാൻ പോകുന്ന ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിരിക്കുകയാണ്. ഗോമതി വന്ന് കിടന്നു. പിന്നീട് ബാലൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. താനെന്ന് ശരിക്കും ചായക്കട വെച്ച് കണ്ടത് ഇന്ന് കണ്ട ഉദയഭാനു തന്നെയാണോ, അതോ അതിനിപ്പോൾ അത് വേറെ മനുഷ്യനാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ശ്രീദേവി എഴുന്നേറ്റു. ശ്രീദേവി എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുകന്യ ഒരു ഗ്ലാസ്സിന് ചായ കേട്ട് വരുന്നത്.
ദേവിയോട് പറഞ്ഞു, ദേവി ഇത് കുടിക്കാനും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ശ്രീദേവി ഒരു അമ്പരപ്പോട് കൂടിയിട്ട് സുകന്യയെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.